യൂണിഫോം പോസ്റ്റിലേക്കുള്ള പ്രായപരിധിയും PSC നീട്ടിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഒരു യൂണിഫോം ജോലി സ്വപ്നം കാണുന്നവർ, അതും അവസാന ചാൻസ് എന്ന് പറഞ്ഞ് എഴുതാൻ പോകുന്നവർക്കൊക്കെ ഇത് നല്ല ഒരു അവസരമാണ്. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത കൂടിയാണ് അല്ലെ. എന്നിരുന്നാലും നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി എത്രയും പെട്ടെന്ന് സർവീസിലേക്ക് കയറുക എന്നതായിരിക്കണം ലക്ഷ്യം. അല്ലാതെ ഇനി സമയമുണ്ട്, ഞാൻ പതിയെ പഠിച്ചു കയറിക്കോളാം എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയും അങ്ങോട്ടേക്ക് പോകുന്തോറും കോമ്പറ്റീഷൻ കൂടുകയും എക്സാം പാറ്റേണിൽ ചേഞ്ച് വരികയും അങ്ങനെ നമ്മൾ അവസാനം നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഏജ് കൂട്ടിയത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മൾ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് പരീക്ഷയാണ്, ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ അവസാന പരീക്ഷയാണ്. നമുക്ക് ഈ പരീക്ഷയിൽ കയറി പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് കോഴ്സ് പരീക്ഷയ്ക്കായിട്ടുള്ള ഒരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എക്സൈസിന്റെ ആ ഒരു എക്സാം ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. മെയ് മാസം 23-ാം തീയതി നമുക്ക് പരീക്ഷയാണ്. അതിന്റെ പിന്നാലെ CPOയും അതേപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ വിളിക്കുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ പരീക്ഷ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള പരീക്ഷയിൽ ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാർക്ക് ഉറപ്പിക്കാനും ആ ജോലി ഉറപ്പിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇനിയുള്ള 50 ദിവസങ്ങൾ നമ്മുടെ അവസാന ദിവസങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഇനി ഒരു സമയമില്ല എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു 50 ദിവസം ഇനി നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഇനി ഒട്ടും സമയം വേസ്റ്റ് ആക്കരുത്. ഇനി പഠിച്ചു തുടങ്ങാൻ പോകുന്നവരോടും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മള് ഇനി അങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടുന്ന ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അതില് വേറെ ഒരു സംശയവുമില്ല, നമ്മുടെ സിലബസിന്റെ അവസാനത്തെ ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, അവിടെ നമുക്ക് ഒരു 50 മാർക്ക് ഉറപ്പിക്കാനുള്ള സംഭവം അവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഫോക്കസ് മീൻസ് എല്ലാ ദിവസവും നമ്മൾ 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് എന്താണ്? നമ്മുടെ മാത്സും മെന്റൽ എബിലിറ്റിയുമാണ്. 10 മാർക്കാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ 10 മാർക്കിനുള്ള കാര്യങ്ങള് നമ്മൾ ഒരു പരീക്ഷയ്ക്ക്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് നിങ്ങൾ ഓൾറെഡി തയ്യാറെടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിവിഷൻ മാത്രം ചെയ്താൽ മതി. ഈ ഒരു ഏരിയ നിങ്ങൾ ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ വെയിറ്റേജ് തന്നെയാണ്. നമുക്ക് ആ പരീക്ഷയിൽ ഒരു പകുതി മാർക്ക് നേടാൻ പറ്റിയാൽ നമുക്ക് 4 സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്താൽ തന്നെ പകുതി മാർക്ക് നമുക്ക് നേടാം. അപ്പൊ പകുതിയിൽ നിന്ന് കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ജോലി ഉറപ്പിക്കുകയും ചെയ്യാം അല്ലെ. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചിരിക്കാം. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. കണ്ടു പഠിക്കരുത്, ചുമ്മാ നോക്കി പഠിക്കരുത്, അത് ചെയ്ത് തന്നെ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പരിശീലിക്കണം. പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള 50 ദിവസങ്ങളിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ എന്ത് ചെയ്തിരിക്കണം? മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പഠിച്ചിരിക്കണം. മക്കളെ, ഇതിപ്പോ നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? റിവിഷൻ ചെയ്താൽ മതി. പക്ഷെ അല്ലാത്തവർക്ക് കുറച്ച് സമയം ആവശ്യമായിട്ട് വരും ഇത് പഠിച്ചെടുക്കാൻ. കാരണം മറ്റുള്ള സബ്ജക്ട് പോലെ നോക്കി പഠിക്കാനോ വായിച്ചു പഠിക്കാനോ പറ്റത്തില്ല. അതിന്റെ ആ ഒരു നാക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യണം? അത് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ചെയ്യുമല്ലോ. അപ്പം ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ 1 മണിക്കൂർ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുക. പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കി
മടക്കി വെച്ചോണം കേട്ടോ. ഇനി രണ്ടാമത്തെ സബ്ജക്ട് ഏതാണ്? അത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് അറിയാലോ. അപ്പൊ ഇംഗ്ലീഷിനകത്ത് നമുക്ക് വൊക്കാബുലറിയും ഗ്രാമറും പഠിക്കാനുണ്ട്. സോ അവിടെ നമുക്ക് 10 മാർക്കാണ് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് വരുന്നത്. സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ. ഇനി അതിനുശേഷം മലയാളമാണ്. മലയാളവും 10 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. സിമ്പിൾ ആണ്. കുറച്ച് ആ ഒരു ഗ്രാമർ ഒക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും വരിക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഗ്രാമർ പോർഷൻ കൂടി കുറച്ചൊന്ന് മനസ്സിലാക്കി പഠിച്ച് എടുത്തിരിക്കണം. ദെൻ നമ്മളെ ഫോഴ്സില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെ. ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ CPO, എക്സൈസ്, ഫയർമാൻ ഇതിന് മൂന്നിനും വേറെ വേറെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. സോ ഇവിടെ നമ്മൾ ആദ്യം വരുന്ന പരീക്ഷ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക? സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു പോവുക. നമ്മുടെ ബാച്ചസിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് പോകുന്നത് ഒരു ദിവസം ഒരു ക്ലാസ് എന്നുള്ള രീതിയിലായിരിക്കും. അതായത് അവരുടെ എക്സാമിന് മുമ്പായിട്ട് ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലോ എല്ലാ ദിവസവും കുറച്ച് സ്പെഷ്യൽ ടോപ്പിക് ആണ് പഠിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അത് പഠിച്ചു വരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസം ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിൽ ഇരിക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് വീതം നിങ്ങൾക്ക് പഠിച്ചു വരാം. അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അതിനകത്തുള്ള ഇൻട്രസ്റ്റും നിങ്ങൾക്ക് അതിലേക്ക് എടുക്കേണ്ട സമയവും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അത് തീരുമാനിക്കേണ്ടത്. എന്നിരുന്നാലും സ്പെഷ്യൽ ടോപ്പിക്ക് വിട്ട് കളയരുത്. നിങ്ങൾ ഒരു ഫോഴ്സ് ജോബ് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിപ്പോ CPO ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ പുതിയൊരു ഏരിയ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യത്തെ ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ടാകും. അത് എല്ലാ സബ്ജക്റ്റിനും അങ്ങനെയാണ്. നമ്മളിപ്പോ ഏത് സബ്ജക്ട് ആദ്യമായിട്ട് പഠിക്കാനിരുന്നാലും നമുക്കതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതെന്താവും? നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതേപോലെ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യത്തെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്കിൽ കാണത്തുള്ളൂ. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ആ 20 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇനിയുള്ള ദിവസങ്ങളിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി ഏരിയ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഏരിയ കഴിഞ്ഞാൽ സെക്കൻഡ് പ്രയോറിറ്റി കുറച്ചും കൂടെ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ഹിസ്റ്ററി അല്ലെ. ഹിസ്റ്ററി 5 മാർക്കിനുണ്ട്, ജോഗ്രഫി 5 മാർക്കിനുണ്ട്, പിന്നെ ധനതത്വശാസ്ത്രം 5 മാർക്കിനുണ്ട്, അതായത് എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കിനാണുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ 50 മാർക്കിന്റെ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിരിക്കണം? പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് വളരെ റെയർ ആയിട്ടാണ്. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി അതിന്റെ A to Z കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ 58 മാർക്ക് നമ്മുടെ കയ്യിലാകും അല്ലെ. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് 5 വെച്ച് നമുക്കുണ്ട്. അത് നിങ്ങൾ മാക്സിമം സമയം എടുത്ത് തന്നെ പഠിച്ച് കംപ്ലീറ്റ് ആക്കുക. ഇനി ഇവിടെ എങ്ങനെയാണ് പ്ലാൻ സെറ്റ് ആക്കേണ്ടത് തുടങ്ങിയ കാര്യം, നിങ്ങൾ സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നാലും നമ്മൾ ബാക്കി പ്രയോറിറ്റി ഏരിയ കൂടി നോക്കിയിട്ട് നമുക്കത് പറയാം. ഓക്കെ. ബാക്കി പ്രയോറിറ്റി ഏരിയ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കണ്ടല്ലോ. ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിനുണ്ട്. സോ ആനുകാലിക വിഷയങ്ങൾ പഠിച്ചിട്ട് പോയേ പറ്റുള്ളൂ. 2025 ജനുവരി തൊട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അവാർഡുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നല്ല പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിപ്പോകാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി എവിടെ വരെയുള്ളത് പഠിക്കണം എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പൊക്കെ 2 മാസമായിരുന്നു പറയുന്നത്. പക്ഷെ കഴിഞ്ഞ പരീക്ഷകളിൽ നമ്മളെ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് PSC 2 ആഴ്ച മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്
എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. മനസ്സിലായോ? അപ്പം കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ് അവിടെ ഉള്ളത്. പിന്നെ കേരള ഭരണവും ഭരണ സംവിധാനവും 3, പിന്നെ ലൈഫ് സയൻസ് 4, ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി 3 വെച്ചിട്ടാണ്. പിന്നെ കലാകായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ ഞാൻ തേർഡ് പ്രയോറിറ്റിയിലേക്ക് ഇത് കൊണ്ടിട്ടതെന്ന് ചോദിച്ചാല്, ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങളുടെ കണ്ടന്റ് കൂടുതലാണ് അല്ലെ, പക്ഷെ അവിടെ വെയിറ്റേജ് വരുന്നത് വളരെ കുറവാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം അവിടെ വളരെ കൂടുതലാണ്. ഓരോ ടോപ്പിക്കും പഠിച്ചെടുക്കേണ്ട ടൈം അവിടെ കൂടുതലാണ്, ടോപ്പിക്കിന്റെ എണ്ണം അവിടെ കൂടുതലാണ്, പക്ഷെ എണ്ണത്തിനനുസരിച്ചുള്ള ഒരു വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? തേർഡ് പ്രയോറിറ്റിയിൽ കൊണ്ടിടുന്നത്. ഈ ആനുകാലിക വിഷയങ്ങൾ തേർഡ് പ്രയോറിറ്റി അല്ല, അത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ 50 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിൽ ഉള്ളതെന്നിരിക്കട്ടെ. ഈ 50 ഡേയ്സിനെ നമ്മൾ 5 സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് 10 ദിവസം വെച്ചുള്ള 5 സ്ലോട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരോ സബ്ജക്റ്റുകൾ പഠിച്ച് മാറ്റാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആക്കാം. കാരണം മാത്സ് ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവരുണ്ടാകും, ഇംഗ്ലീഷ് ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവരുണ്ടാകും, മലയാളം നോക്കിയിട്ടിരിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഏതാണോ പഠിച്ചിട്ടില്ലാത്തത്, അല്ലെങ്കിൽ ഇനി പഠിക്കാനായിട്ട് ബാക്കി കിടക്കുന്നത് ഏതാണോ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ലോട്ട് 1ലേക്ക് ആഡ് ചെയ്യുക. അതായത് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ 10 ഡേയ്സ് ടൈം ടേബിളിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി സബ്ജക്ട് അതിനകത്ത് ആഡ് ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ മാത്സ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം. ഇതിൽ ഏതാണോ നിങ്ങൾ പഠിച്ചെത്താത്തത്, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്, ആ സബ്ജക്ട് ആയിരിക്കണം നിങ്ങൾ സ്ലോട്ട് 1ല് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം ആ സ്ലോട്ട് 1ല് ആ സബ്ജക്ട് ആഡ് ചെയ്യുന്നതോടൊപ്പം, ആ ഓരോ ദിവസം ഓരോരോ ടോപ്പിക്ക് പഠിച്ച് കംപ്ലീറ്റ് ആക്കുന്നതോടൊപ്പം തന്നെ പാരലായിട്ട് തന്നെ സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾക്ക് ഒരു ടോപ്പിക്ക് കൊണ്ട് മാത്രം ഇനി ഒരു ദിവസം നമ്മളുടെ മുന്നിലിരിക്കാൻ സമയമില്ല. 50 ദിവസമേ ഉള്ളൂ. ഈ 50 ദിവസത്തിനുള്ളിൽ പഠിച്ചെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2 സബ്ജക്റ്റ് എങ്കിലും മിനിമം ഒരു ദിവസം പഠിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ 5, 6, 7 ടോപ്പിക്കുകളൊക്കെയാണ് ഒരു ദിവസം പഠിക്കുന്നത്. സോ അവർ അത്രത്തോളം സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വർക്കിക്കാണ്, ഞങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ. പക്ഷെ വർക്കിംഗ് ആയിട്ടുള്ളവർ പോലും അത്രത്തോളം എഫേർട്ട് അവിടെ ഇടുന്നുണ്ട്. സോ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് സമയം കണ്ടെത്താനും പറ്റും, നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ആക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. സ്ലോട്ട് 1ല് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള ഒരു സബ്ജക്റ്റും ഇടണം, സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള ഒരു ടോപ്പിക്കും ഇടണം. ഓക്കെ, അവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനോ ജോഗ്രഫിയോ ഹിസ്റ്ററിയോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്ക് എന്ത് ചെയ്യാ? ഇടുക. ഓക്കെ, അപ്പൊ ആ 10 ദിവസം കൊണ്ട് ആ 2 സബ്ജക്റ്റും നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള സബ്ജക്റ്റും സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള ആ ഒരു സബ്ജക്റ്റും നിങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ ടോപ്പിക്ക് കൊടുത്ത് അത് കംപ്ലീറ്റ് ആക്കി വന്നിരിക്കണം. ഓക്കെ, ഇവിടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചെയ്ത് പഠിക്കേണ്ടതായതുകൊണ്ട് തന്നെ കൂടെ ഒറ്റ സബ്ജക്ട് പഠിച്ചു പോയാൽ മതിയാകും. ഓക്കെ, കാരണം നമുക്ക് അല്ലെങ്കിൽ അതിൽ ഒരു 100% കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് അതും ഇതും ഇല്ലാത്തൊരു അവസ്ഥയായി പോകും. അതുകൊണ്ട് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതിപ്പോ സ്ലോട്ട് 1ലായിക്കോട്ടെ സ്ലോട്ട് 5ലായിക്കോട്ടെ, എപ്പോഴാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനോടൊപ്പം ഒരു സബ്ജക്ട് പാരലായിട്ട് പഠിച്ചാൽ മതിയാകും. കാരണം മറ്റേതിന് കുറച്ചധികം സമയം നമ്മൾ അത് കൊടുക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. എന്നാൽ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനോടൊപ്പം 2 or 3 സബ്ജക്ട്, ഓക്കെ, 2 സബ്ജക്റ്റോ അല്ലെങ്കിൽ 3 സബ്ജക്റ്റോ അല്ലെങ്കിൽ മിക്സ് ചെയ്തുകൊണ്ടുള്ള സബ്ജക്റ്റുകളോ നിങ്ങൾക്ക് പഠിച്ചെത്താനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ സ്ലോട്ടായിട്ട് ഓരോ ടൈം ടേബിൾ സെറ്റ് ആക്കുക. അവിടെ നിങ്ങൾ ആദ്യമേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പഠിച്ച് തീർന്നിട്ടില്ലാത്ത സബ്ജക്റ്റുകൾക്കായിരിക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്കായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾ കംഫർട്ട് ആണ്, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കുറെ സബ്ജക്റ്റുകൾ, സ്ട്രോങ് ഏരിയാസ് ഉണ്ടാകുമല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്ലോട്ട് 4ലോ സ്ലോട്ട് 5ലോ പഠിച്ചു വന്നാൽ മതിയാകും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് ഈ സ്ലോട്ട് 1, 2, 3ല് നമ്മൾ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ടെൻഷൻ അങ്ങ് തീർന്നു കിട്ടും. പഠിച്ചല്ലോ, ഒരുവിധം കംപ്ലീറ്റ് ആയല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ നമുക്ക്
മാറിക്കിട്ടും. സോ അതുകൊണ്ടാണ് ആ ഒരു സ്ലോട്ടില് ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഇട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ലോട്ട് 4-ലും സ്ലോട്ട് 5-ലും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് ഏരിയാസും അതേപോലെ തന്നെ നമ്മളെ പ്രയോറിറ്റി 2-ലും 3-ലും കിടന്ന കുറെ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതിനകത്തു നിന്നുള്ള ഏരിയാസ് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ ഒരുവിധം ഈ 50 ദിവസം കൊണ്ട് ഒരുവിധം നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ടോപ്പിക്ക് കവർ ആകും. നമ്മൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നതിൽ നല്ലത് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. കാരണം ഓരോരുത്തർക്കും ഓരോരോ സബ്ജക്റ്റും ഡിഫറെന്റ് ആണ്. നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ എന്താണ് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മള് ബാച്ചിൽ പോകുന്ന ഒരു ടൈം ടേബിൾ ആണ്. അതായത് നമുക്ക് ആകെ 50 ഡേയ്സ് ആണുള്ളത്. ഈ 50 ഡേയ്സിൽ ആ ഒരു 8 ഡേയ്സ് അല്ലെങ്കിൽ 9 ഡേയ്സ് കൊണ്ട് 2 സബ്ജക്റ്റുകൾ നമ്മൾ പാരലായിട്ട് പഠിക്കും, ജോഗ്രഫിയും ഇംഗ്ലീഷും. ഓക്കെ, ഈ ജോഗ്രഫിയും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ജോഗ്രഫിയിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിക്കത്തില്ല. ജോഗ്രഫിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഹോട്ട് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. കാരണം എല്ലാം കൂടെ പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഇല്ല. ഓക്കെ, പക്ഷേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 സബ്ജക്റ്റിലും എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആയി പഠിച്ചിരിക്കണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, മെന്റൽ എബിലിറ്റി ഇത് 4-ലും എന്ത് ചെയ്തിരിക്കണം, ഫുള്ളി ആ ടോപ്പിക് അല്ലെങ്കിൽ ആ സബ്ജക്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ബാക്കി സബ്ജക്റ്റുകളിലെല്ലാം ഹോട്ട് ഏരിയാസ് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ജോഗ്രഫിയുടെ ഹോട്ട് ഏരിയാസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ആ ടോപ്പിക്സും ഒപ്പം നമ്മൾ ഇംഗ്ലീഷും നമ്മൾ കവർ ചെയ്യുന്നു. നെക്സ്റ്റ് സ്ലോട്ട് എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റിറ്റ്യൂഷനും മെന്റൽ എബിലിറ്റിയും ആയിരിക്കും. ഓക്കെ, അടുത്തൊരു സ്ലോട്ട് എത്തുമ്പോഴത്തേക്കും മലയാളവും പിന്നെ എന്താണ് വേറെ ഏതെങ്കിലും സബ്ജക്ട്, അതായത് ഹിസ്റ്ററിയും അതിനോടൊപ്പം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറോ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും പാരലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകുന്നത്. സോ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കാൻ, ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കാൻ. ആ സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾ ഹോട്ട് ഏരിയാസ് ഏതെന്ന് അറിയത്തില്ല, നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്തൊക്കെ ഹോട്ട് ഏരിയാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവനകളും, സാമൂഹ്യമത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, സ്വദേശി പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്ര സംഘടന, ഇതൊക്കെയാണ് ടോപ്പ് പ്രയോറിറ്റി ഹോട്ട് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജോഗ്രഫിയിലും ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കി എന്ത് ചെയ്യുക, ആ ടോപ്പിക്സുകൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ കേരള ഭരണവും ഭരണ സംവിധാനം കൂടി അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലെ ഉള്ള എല്ലാ ടോപ്പിക്കും ഒപ്പം തന്നെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഹോട്ട് ഏരിയാസിലെ സബ്ജക്റ്റുകൾ ഉള്ള ടോപ്പിക്സ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ സെറ്റ് ആക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 50 ദിവസത്തിനുള്ളിൽ ഈ ഒരു പോർഷൻസ് കവർ ചെയ്യാനും മൊത്തത്തില് നിങ്ങൾക്കത് നല്ലപോലെ പോയിട്ട് എക്സാം എഴുതാനും സാധിക്കും. അത് 100% ഷുവർ ആണ്. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ടോപ്പിക്കുകൾ അന്നന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ആക്കിയിരിക്കണം. കംപ്ലീറ്റ് ആക്കിയിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ എന്നുള്ള ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾ നല്ല പോലെ പോയി എക്സാം എഴുതുകയും ചെയ്യും. ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എൻട്രി ആപ്പിൽ പോയിട്ട്, എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എൻട്രി ആപ്പിൽ പോയിട്ട് അവിടെ എക്സാംസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാം, +2 ലെവൽ എക്സാം ചൂസ് ചെയ്യുക. മുമ്പ് നടന്നിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ നിന്ന് നിങ്ങൾ ബാക്കിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. 2025, 24 അങ്ങനെ ബാക്കിലോട്ട് പോയിട്ട് എക്സാം എഴുതണം. അല്ലാതെ 2022 ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കണം. കാരണം എന്താണ്, എക്സാം ക്വസ്റ്റ്യൻ പാറ്റേണിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, റീസെന്റ് ആയിട്ട് 2025 നടന്ന മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സാമുകൾ ആദ്യമേ മോക്ക് ടെസ്റ്റ് ചെയ്യുക. 2024, 2023 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഡെയിലി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും വെച്ച് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ PSC ചോദിച്ചിട്ടുള്ള
ഏരിയാസ് ഇതാണ്, അപ്പൊ ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം, ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കേണ്ടത്. ഓക്കെ ആണ്, ക്ലിയർ ആണ്? നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല പോലെ റിവിഷൻ ചെയ്യുക, നല്ല പോലെ പോയി എക്സാം എഴുതിയിട്ട് വരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്.